നാളെ ഈ ഉത്സവമൊക്കെ നടക്കാനിരിക്കുകയാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ. അപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ദിവിഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. മന്ത്രി കെ രാജൻ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ആനകളെ ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തൃശ്ശൂർ പൂരം പോലും നടത്താനാകില്ലെന്നാണ്. ബിനിൽ, ഇത് തന്നെയാണ് എല്ലാവരും ഉന്നയിക്കുന്ന ഒരു പരാതി. അതായത് ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പല ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒന്നും നടത്താൻ സാധിക്കില്ല എന്നൊരു ആരോപണമാണ് ഉണ്ടാകുന്നത്. തീർച്ചയായും തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ദിവസങ്ങൾ തിരുവമ്പാടിയും പാറമേക്കാവും അവരതിലുള്ള ആശങ്കകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മാതൃഭൂമി ന്യൂസ് തന്നെ അതൊരു വലിയ പരമ്പരയായി തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതായത് ആ സ്ഥലത്ത് പോയി ഈ പൂരം നടക്കുന്ന സ്ഥലത്ത് ഇപ്പോഴത്തെ മാർഗരേഖ പ്രകാരം എങ്ങനെ എഴുന്നള്ളത്ത് നടത്താൻ കഴിയും, അതിനുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നത് നമ്മൾ ആ വാർത്തയിൽ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇന്നലെ തിരുവമ്പാടി ദേവസ്വം അധികൃതർ പറഞ്ഞത് ഇതൊരു പൂരം ഒരു ശിവേലിയാക്കി മാറ്റേണ്ടി വരുമെന്ന രീതിയിലാണ്. കാരണം ഈ രീതിയിലാണെങ്കിൽ പൂരത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് അവർ വ്യക്തമാക്കുന്നു. അവിടെ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് സർക്കാർ എഴുന്നള്ളത്ത് ചട്ടം കൊണ്ടുവരിക എന്നത് തന്നെയാണ്. സർക്കാർ എഴുന്നള്ളത്ത് ചട്ടം കൊണ്ടുവരാതെ പരമാവധി അത് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. കാരണം നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചട്ടം കൊണ്ടുവരാൻ കഴിയൂ. അപ്പോൾ പല നിയന്ത്രണങ്ങളും വേണ്ടിവരും. അതുകൊണ്ട് പരമാവധി ഇത് നീണ്ടുപോകാൻ സർക്കാർ ശ്രമിച്ചു. കാരണം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും എതിർപ്പുകളും ഒക്കെ ഉയർന്നു വരും. നമുക്ക് കഴിഞ്ഞ പൂരത്തിനുണ്ടായ പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റായി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇത് തൊട്ടാൽ കൈകൊള്ളുന്ന ഒരു വിഷയമാണെന്നറിയാം. അതുകൊണ്ട് പരമാവധി നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അതുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഒരു മാർഗരേഖയിലേക്ക് പോയിരിക്കുന്നത്. കോടതിയുടെ മാർഗരേഖ സർക്കാരിൻ്റെ ചട്ടം വരുന്നത് വരെ എന്നത് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ചട്ടം കൊണ്ടുവരുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നാട്ടിൽ നിലവിലുള്ള ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചട്ടം രൂപീകരിക്കാൻ കഴിയൂ. നിയമത്തിന് വിരുദ്ധമായ ചട്ടരൂപീകരണം നടത്തി കഴിഞ്ഞാൽ അത് വീണ്ടും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിനും ഇക്കാര്യത്തിൽ പല ആശങ്കകളുള്ള ഒരു കാര്യമാണ് ഈ ആന എഴുന്നള്ളത്ത് എന്നത്. അതുകൊണ്ടാണ് ഈ ചട്ടരൂപീകരണമൊക്കെ നീണ്ടുപോകുന്നത്. എന്തായാലും സർക്കാരിന്റെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് പൂരപ്രേമികളെയൊക്കെ സംബന്ധിച്ച് മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് തൃപ്പൂണിത്തുറയിലേക്ക് പോകാൻ രാഗിൻ അവിടെ എത്തിയിട്ടുണ്ടല്ലേ. രാഗിൻ, നാളെ ഉത്സവമൊക്കെ നടക്കാൻ പോകുന്നു. ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു ഈ ഒരു വിവാദം നിലനിൽക്കുമ്പോൾ ആദ്യഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. എന്താണ് അവിടുത്തെ ദേവസ്വം അധികൃതരൊക്കെ പറയുന്നത്? എന്ത് സാധ്യത ഈ ചട്ടം എങ്ങനെ നിൽക്കുമ്പോൾ നാളത്തെ അവരുടെ ആചാരപരമായ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? നാളെയാണ് വൃശ്ചികോത്സവം തുടങ്ങുക. വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണ് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെയാണ് ആനകളെ എഴുന്നള്ളിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിനും ഇങ്ങനെ ആനകളെ അണിനിരത്തി നിർത്തും. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് നിശ്ചിത അകലം അത് കൃത്യമായി തന്നെ പാലിക്കണമെന്നതാണ്. എന്തായാലും ദേവസ്വത്തിൻ്റെ ഒരു നിലപാട് കൂടി നമുക്ക് ആരായാം. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ആ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നാണ്. ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? ഇപ്പോൾ 15 ആനകളാണല്ലോ എല്ലാ തവണയും എഴുന്നള്ളിക്കാറ്. കോടതി വിധി അനുസരിച്ചുകൊണ്ട് മുൻ വർഷങ്ങളിലെ പോലെ ഉത്സവം നടത്തും. 15 ആനകൾ എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ്? ആനകൾ 15 അല്ല, കാലങ്ങളായിട്ട് നമ്മളിവിടെ ആനകൾക്ക് മതിയായ വിശ്രമവും മറ്റും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 15 ആനകൾക്ക് പകരം 35 ആനകളോളം ഏൽപ്പിക്കാറുണ്ട്. ഇത്തവണയും അത്ര ആനകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആനകൾ വന്നു തുടങ്ങും. ഹൈക്കോടതി ഇപ്പോൾ നിലപാട് ഇങ്ങനെ കടുപ്പിക്കുകയാണ്. അപ്പോഴും വിശ്വാസി സമൂഹത്തെ ഏത് രീതിയിൽ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്നതാണ്. അവരെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ അവരെ ഒരു തരത്തിലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നൊരു വാസ്തവം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു പല ഉത്സവങ്ങളും നടത്താൻ സാധിക്കില്ല. തൃശ്ശൂർ പൂരമൊന്നും. അതെ, തൃപ്പൂണിത്തുറയിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. അവിടെ രാഗിനുണ്ട്. രാഗിൻ, നാളെ അവിടെ എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഇതുപോലെ ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു തന്നെയാണോ? അതോ 15 ആനകൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ ഏത് രീതിയിൽ നടത്താനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരുക്കങ്ങളൊക്കെ ക്ഷേത്രത്തിൽ തകൃതിയിൽ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണ് വൃശ്ചികോത്സവം. ഇപ്പോൾ ആനകളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പല ഇടങ്ങളിൽ നിന്നാണ് ആനകൾ വരുന്നത്. ആനകളെ ഈ ക്ഷേത്രത്തിനകത്ത് ഇത്തരത്തിൽ ചുറ്റും എഴുന്നള്ളിക്കുന്നതാണ് രീതി. ഏകദേശം ഒരു 15ഓളം ആനകളെയാണ് അത്തരത്തിൽ എഴുന്നള്ളിക്കാറ്. പക്ഷേ അതാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ആ ഒരു അളവ് സംബന്ധിച്ചുള്ള കാര്യത്തിലൊക്കെ വേണമെന്നത്. എന്തായാലും ആനകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പല ആനകളും ആനകളെ കുളിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അവിടെ പല തരത്തിൽ പല ഇടങ്ങളിൽ നിന്നും ആനകൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നിരവധി പേർ ഈ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ഉത്സവം കാണാനും എത്തും. അത്തരത്തിൽ ഒരു നിൽക്കുന്ന ഘട്ടത്തിലാണ് കോടതി ഇപ്പോൾ ഇത്തരം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പലരുമുണ്ട്, നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ആനകളെ കാണാൻ എത്തിയാണോ? ആനയെ കാണാൻ? അതെ അതെ അതെ, എല്ലാ വർഷവും വരാറുണ്ടോ? നമ്മുടെ പോലീസിലെ വർക്ക് ചെയ്യണം. മോൻ്റെ താല്പര്യപ്രകാരം വന്ന ഇപ്പോൾ ഈ ആനകളെ എഴുന്നള്ളിക്കുന്നത് കാണാൻ ഒരുപാട് പേര് വരുമല്ലോ.
പിന്നെ എല്ലാ ദിവസവും വരും. ഇപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങും അടുത്ത് തന്നെ. ഈ കോടതിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിശ്ചിത ഒരു അകലം പാലിക്കണം, അങ്ങനെ വരുമ്പോൾ ആനകൾ കുറയും. എങ്ങനെയാണ് നിങ്ങളൊക്കെ അതിനെ? പുതിയ ന്യൂസ് അറിഞ്ഞില്ലല്ലോ എങ്ങനെയാണ്. അപ്പം അങ്ങനെയാണ് ആ രീതിയിലേക്കാണ് വരുന്നത്. അത് ദേവസ്വം ബോർഡാണല്ലോ തീരുമാനിക്കണം. ഓക്കെ, ശരി. നമ്മൾ നല്ല രീതിയിൽ തന്നെ പരിപാടി കൊണ്ടുപോകണമെന്ന് തന്നെ പറയുള്ളൂ. 15 ആന തന്നെ വേണം. പക്ഷേ നമ്മളിങ്ങനെ വെച്ചാൽ ഇത് അമ്പലത്തിൻ്റെ പുറത്ത് എഴുന്നള്ളിപ്പില്ല, നമുക്ക് ആ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ കോടതി പറയണത് തന്നെ പുറത്തുള്ള അമ്പലത്തിൻ്റെ ബാധകമുള്ളൂ. ഇത് ദേവസ്വം ബോർഡ് അമ്പലമാണല്ലോ. അപ്പോൾ ദേവസ്വം ബോർഡ് അമ്പലത്തിൽ ദേവസ്വത്തിന് തീരുമാനിക്കുക എത്ര ആന എഴുന്നള്ളിക്കണമെന്ന് ചോദിച്ചാൽ അവരാണ് തീരുമാനിക്കേണ്ടത്. നാട്ടുകാർ ഫുൾ സപ്പോർട്ടായിരിക്കും അതിന്. നമുക്ക് കാണാറുണ്ട് ഇഷ്ടംപോലെ പേര് പലയിടങ്ങളിൽ നിന്ന് വരും ഇവിടെ അല്ലേ? ഇല്ല, ഇതിൻ്റെ പുറത്ത് ഇപ്പം ഇപ്പോൾ ഒരു 5 മണിയാകുന്ന നേരത്തെ ആൾക്കാർ വന്നു തുടങ്ങും ഓരോ ആനകളെ കാണാൻ വേണ്ടി. പുറത്തുനിന്ന് ഉള്ള ആൾക്കാർ പിന്നെ രാത്രി ആ നേരത്തെ പോകുള്ളൂ. ഇപ്പോൾ നാളെ പിന്നെ ആരും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റില്ല, ആനക്കാരെ മാത്രമേ കയറ്റുള്ളൂ. ബാക്കി ആൾക്കാരൊക്കെ പുറത്ത് നിന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. ആനകൾ കുറയുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. കോവിഡ് വന്നപ്പോൾ നമ്മൾ ആദ്യം അന്നേരം 3 ആന കഴിഞ്ഞിട്ട് പിന്നെ 11 ആന വെച്ച് നമ്മൾ പരിപാടി നടത്തിയത്. ഇവിടെ 15 ആന വെക്കണമെന്ന് പറഞ്ഞാൽ 11 ആനൊക്കെ പിന്നെ കിട്ടുള്ളൂ. ഇത് പാലിക്കണമെങ്കിൽ അകലം കൃത്യമായി പാലിക്കണം. ഏകദേശം ഒരു 9ഓളം ആനകളെ പറ്റുള്ളൂ. കാരണം ആ സുരക്ഷയൊക്കെ നോക്കി ജനങ്ങൾ അമ്പലത്തിന്റെ ഗ്രൗണ്ട് നടന്നു പോകുന്നത് പോലെ തന്നെ ആ പ്രൗഢിയോടുകൂടി തന്നെ ഉത്സവങ്ങൾ നടന്നു പോകണമെന്നാണ് ഇപ്പോൾ തൃപ്പൂണിത്തറയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ?